നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. ഇത് പ്രഭാത സന്ദേശം. നാം ചിന്തിച്ചു, പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ വന്ന ശൂലം മാറുവാൻ വേണ്ടി 3 വട്ടം താൻ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവത്തിൻ്റെ മറുപടി തനിക്ക് ലഭിച്ചു. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു. 2 വിഷയങ്ങൾ മറുപടിയാണ് തനിക്ക് ലഭിച്ചത്. 1 കർത്താവിൻ്റെ കൃപ, 2 കർത്താവിൻ്റെ ശക്തി. മൈ ഗ്രേസ് ആൻഡ് മൈ സ്ട്രെങ്ത്. അത് ബലഹീനതകൾ തികഞ്ഞു വരുന്നതാണെന്ന് പറഞ്ഞു. ആ ദൈവത്തിൻ്റെ കൃപ നിനക്ക് മതി എന്ന് കർത്താവ് പറഞ്ഞു. ഇതിന് വിശദീകരണമായിട്ട് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് എൻ്റെ ബലഹീനതകൾ ഞാൻ പ്രശംസിക്കുന്നു. എന്തുകൊണ്ടാണ് താൻ പ്രശംസിക്കുവാൻ കാരണം? താൻ ബലഹീനതകൾ ഉള്ളവനായിരിക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം തന്നെ പരിഗണിക്കുകയാണ്, ദൈവം തന്നെ കരുതുകയാണ്. എന്ത്? ദൈവത്തിൻ്റെ ശക്തി അധികമായി തൻ്റെ മേൽ പകരുവാനിടയായി. എന്താണ് ഈ ബലഹീനത എന്ന് പറയുന്നത്? ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും അതിനെ തെറ്റായി കാണുന്നുണ്ട്, വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും കുറവുകൾ, നമ്മുടെ പോരായ്മകൾ ഒക്കെ നമ്മൾ ബലഹീനത ലിസ്റ്റിൽപ്പെടുത്തി നമ്മളതിനെ ബലഹീനതയായി പറയാറുണ്ട്. എന്നാൽ എന്താണ് ബലഹീനത അല്ലെങ്കിൽ ബലഹീനതകൾ? വീക്ക്നെസ് അല്ലെങ്കിൽ ഇൻഫെർമിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വ്യക്തികൾ നേരിടുന്ന വ്യക്തിപരമായ പരിമിതികൾ, ദുർബലതകൾ അല്ലെങ്കിൽ വെല്ലുവിളികളെയാണ് ബലഹീനത എന്നിവിടെ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ അത് ശാരീരികമോ വൈകാരികമോ ആത്മികവുമായിരിക്കാം, വൈകല്യങ്ങളായിരിക്കാം, അതേതെങ്കിലും പല വിധത്തിൽ ഉള്ളതായിരിക്കാം, ജന്മനാ ഉള്ളതായിരിക്കാം. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കുന്നു. കാരണം മനുഷ്യൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി ആ പൂർണ്ണത പ്രാപിക്കുവാൻ, പൂർണ്ണമായ ഒരു വിടുതൽ പ്രാപിക്കുവാൻ കഴിയുമെന്ന് താനിവിടെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ബലഹീനതയിലെല്ലാം നമുക്ക് പൂർണ്ണത പ്രാപിക്കുവാൻ കഴിയുന്നത് കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ കൃപയും നമ്മുടെ മേൽ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതിന്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്ന് താൻ പറയുവാനിടയായി. അപ്പോൾ ബലഹീനത എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളോ നമ്മുടെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു വൈകല്യങ്ങളായിരിക്കാം, ജന്മനാ ഉള്ളതായിരിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളായിരിക്കാം. അത് മാറുവാൻ വേണ്ടി താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില ബലഹീനതകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പല സമൂഹങ്ങളിലും പലയിടങ്ങളിലും നമ്മളെ മാറ്റി നിർത്തുകയോ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളുക, പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു, 3 വട്ടം അപേക്ഷിച്ചു, ദൈവം എനിക്ക് തന്നു, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ, കുറവുകൾ, പരിമിതികൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ, വെല്ലുവിളികളൊക്കെ പൂർണ്ണമായി അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ശക്തന്മാരായി മുന്നോട്ട് പോകുവാൻ ഈ ദിവസങ്ങൾ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.